രാജ്യത്തെ ഓർത്ത അഭിമാനമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ. അമ്മയുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടി. എല്ലാ ഇരകൾക്കും ഇത് ആശ്വാസമാകും. സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും നന്ദിയെന്നും മകൾ ആരതി ജനം ടിവിയോട് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത തിരിച്ചടി തന്നെ നൽകിയിരിക്കുന്നു. രാജ്യം പ്രതീക്ഷിച്ച ഒരു തിരിച്ചടി തന്നെ ലഭിച്ചിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ കാശ്മീരിൽ ഭീകരവാദികളുടെ തോക്കിനിരയായ നിരപരാധികൾ ഇരകൾ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇരകൾക്ക് ലഭിക്കുന്ന ഒരു നീതിയുടെ സാഹചര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ രാജ്യം മുഴുവൻ പ്രതീക്ഷിച്ചതാണ് ഇത്രയധികം നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്ക് രാജ്യം ശക്തമായ ഒരു തിരിച്ചടി നൽകും. അത് നമ്മൾ കാത്തിരിക്കുക തന്നെയായിരുന്നു. ഒടുവിൽ ആ ഒരു നിമിഷം വന്നിരിക്കുന്നു. രാജ്യം തിരിച്ചടിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്, ഒരു റിലീഫും ഉണ്ട്. കാരണം ഞങ്ങൾക്ക് വന്ന നഷ്ടം അത് ആർക്കും എങ്ങനെയും നികത്താൻ പറ്റില്ല. അച്ഛൻ പോയത് അച്ഛനെ ഞങ്ങൾക്ക് ഇനി തിരിച്ചു കിട്ടില്ല. പക്ഷെ ഈ ഒരു വാർത്തയിൽ ഇന്ന് ഉണരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെ കാത്തിരിക്കുമായിരുന്നല്ലോ എന്നാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇന്ന് അത് കാണുമ്പോൾ വളരെ അധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം നമ്മളെ അവർ കൊന്നപ്പോൾ അത് നമ്മൾ ടൂറിസ്റ്റായിരുന്നു. നമ്മളുടെ മണ്ണിൽ നമ്മുടെ സ്ഥലം കാണാൻ പോയി നമ്മളുടെ മണ്ണിൽ നിൽക്കുമ്പോഴാണ് ഇവർ കയറി വന്ന് ഒരു വെപ്പണും ഒന്നും അറിഞ്ഞുകൂടാതെ നമ്മളെ അവർ കൊല്ലണത്. ഇത്രയും സ്ത്രീകളുടെയും മക്കളുടെയും കുഞ്ഞുമക്കളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് കൊണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ മറുപടി പാകിസ്ഥാനിൻ്റെ ഉള്ളിലെ ടെററിസ്റ്റ് ക്യാമ്പുകളെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇതാണ് ഇന്ത്യ. ഞങ്ങൾ നിങ്ങളെപ്പോലെ കവേർഡല്ല. വെറുതെ വന്നു ആയുധമില്ലാത്ത ഞങ്ങളെ ഉപദ്രവിക്കുന്ന പോലെ ഒരു കവേർഡിസം അല്ല ഇന്ത്യ കാണിച്ചത്. ഈ മറുപടി ഇന്ത്യ കൊടുത്തതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അതായത് എങ്ങനെയാണോ നമ്മളെ അവിടെ ടൂറിസ്റ്റുകളായ ആളുകളെയാണ് അവിടെ ആക്രമിച്ച് അവർ കൊലപ്പെടുത്തിയത്, എന്നാൽ അത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു രാജ്യമല്ല, മറിച്ച് നിങ്ങളുടെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് ഞങ്ങൾ അതിക്രമിച്ച് കയറുക, അവിടെയാണ് തിരിച്ചടി നൽകുന്നത് കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ്. അതെ, പാകിസ്ഥാനിന്റെ ഉള്ളിലെ ഈ 9 എണ്ണം ഇന്ത്യ അറ്റാക്ക് ചെയ്തതിൽ ഞാൻ വളരെയധികം എല്ലാ ഇന്ത്യക്കാരെ പോലെ അഭിമാനിക്കുന്നു. ഇറ്റ് ഈസ് എ വെരി പ്രൗഡ് ആൻഡ് ഹാപ്പി മൊമെന്റ് ഫോർ മീ റൈറ്റ് നൗ. ഇത്ര അച്ഛൻ പോയ ഈ സങ്കടത്തില് ഇന്നാണ് എന്തെങ്കിലും ഒരു സമാധാനം എന്നുള്ളത് എനിക്കുള്ളത്. ഓരോ ഇരകളെയും സംബന്ധിച്ചിടത്തോളം അച്ഛനോടൊപ്പം അവിടെ ജീവബോധി ചെയ്ത ബലിദാനികളായ നിരവധി പേരുണ്ട്. അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയല്ലേ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഭാര്യയായാലും അമ്മയായാലും മകളായാലും കൊച്ചുമക്കളായാലും എല്ലാവർക്കും ഇത് തന്നെയല്ലേ വേണ്ടത്. നമുക്കിപ്പോൾ ഫ്രണ്ട് സൈഡിൽ പോയിട്ട് തോക്കെടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഉള്ളിൽ നമുക്ക് ആ ഒരു ആ സ്പാർക്ക് വരും ആ സമയത്ത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ ബിലീവ് ചെയ്യുന്ന ഈ സിസ്റ്റം, ഇപ്പോൾ മോദിജി ആയാലും അമിത്ഷാജി ആയാലും അവർ ഇത്രയും ദിവസം കാത്തിരുന്ന് എന്തുകൊണ്ട് മറുപടി കൊടുക്കണില്ല എന്നൊക്കെ ആൾക്കാരും അതിനുള്ള ഇത് വരുമ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പോൾ ഇത് തന്നെയല്ലേ നല്ല മറുപടി. അപ്പോൾ കാത്തിരുന്ന് കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്പോട്ടിൽ ഈ 9 ടെററിസ്റ്റ് ക്യാമ്പുകളും ഇനി അതുണ്ടെങ്കിൽ ഇനി അത് നശിപ്പിക്കണം. ഇന്ത്യക്കും അത് ആർമി ആയാലും ഇന്ത്യയുടെ ഇന്നസെന്റ് ആൾക്കാർക്കായാലും എതിരുള്ള ഈ തീവ്രവാദം നശിക്കണം. ഒന്ന് പേടിക്കണം. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തീവ്രവാദികൾ ഈ മറുപടി തിരിച്ചു കിട്ടുന്ന അവർക്കൊരു ബോധ്യം വരണം. അത് വന്നതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. എന്നും ഈ ഒരു സിസ്റ്റത്തിൽ ബിലീവ് ചെയ്തിരുന്ന അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് ഞങ്ങൾ. ഇനിയും അതിൽ ബിലീവ് ചെയ്യും. ഈ ഒരു സിന്ദൂർ എന്ന് പറഞ്ഞ ഓപ്പറേഷന് ഇട്ട പേരും ഇത് കൂടുതൽ നല്ലൊരു പേര്, ആപ്റ്റായിട്ടുള്ളൊരു പേര് ഇതിനിടാനുമില്ല. ആർമിക്കും എല്ലാ ഫോഴ്സസിനും, ഈ 3 ഫോഴ്സസും കൂടിയാണ് ഇപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്തതെന്ന് അറിയണം. ആൻഡ് ഓൾ ദ പീപ്പിൾ ഫോഴ്സസിലില്ലാത്ത ഔട്ട്സൈഡ് ബിഹൈൻഡ് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, മോദിജി, അമിത്ഷാജി, ഞാൻ പറയാൻ വിട്ടുപോയ ആരായാലും എല്ലാവർക്കും ബിഗ് സല്യൂട്ട് ആൻഡ് എ ബിഗ് താങ്ക് യു. ജയ് ഹിന്ദ്. രാജ്യത്തെ സേനാ വിഭാഗങ്ങൾക്കെല്ലാം നന്ദി. ഒപ്പം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അടക്കം രാജ്യത്തിന്റെ ഈ തിരിച്ചടി അത് കൃത്യമായ സമയത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു സന്ദേശമാണ് ഭീകരവാദികൾക്ക് നൽകുന്നത് എന്നത് തന്നെയാണ് ആരതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാജ്യത്തോടൊപ്പം രാജ്യത്തിന്റെ ഈ ഒരു നീക്കത്തിൽ ഇരകളുടെ ഒരു ആശ്വാസം അല്ലെങ്കിൽ താൽക്കാലികം അവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു അഭിമാന നിമിഷം കൂടിയായി ഈ ഒരു ഘട്ടത്തെ കരുതാനും കഴിയും. ക്യാമറമാൻ സുശോഭിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.